നടി കത്രീന കൈഫിന് പേടി തക്കാളികളോടാണെങ്കിൽ അഭിഷേക് ബച്ചന് പഴങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഴങ്ങൾ കഴിക്കാറില്ല. ഫ്രക്ടോഫോബിയ എന്ന അവസ്ഥയാണിത്. വിമാനയാത്രാ ഭയം, പാമ്പിനെ ഭയം, ചിലന്തിയെ ഭയം, സമുദ്രത്തെ ഭയം, അങ്ങനെ പലതും. എന്താണ് ഫോബിയ? ചിലതിനോടുള്ള സ്ഥിരമായി പേടി തോന്നുന്നതിനെയാണ് ഫോബിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഫോബിയ ഉണ്ടാകുക എന്നത് സ്വാഭാവികമായ ഒന്നാണ്. ഹൊറർ സിനിമകൾ കണ്ടാൽ മിക്കവർക്കും ഹാങ് ഓവറായി ഒരു 1-2 ദിവസമൊക്കെ ഒരു പേടി ഉണ്ടായേക്കാം. എന്നാൽ ഭൂതപ്രേത പിശാചുകളെ എപ്പോഴും പേടിക്കുന്ന ആളുകളുമുണ്ട്. അവർക്ക് ഫാസ്മോഫോബിയ എന്ന അവസ്ഥയാണുള്ളത്. ഏതെങ്കിലും സ്ഥലത്ത് രക്ഷപ്പെടാനാകാത്ത വിധം പെട്ടുപോകുന്നതിനെ കുറിച്ചുള്ള പേടിയാണ് അഗാരോഫോബിയ. ഛർദ്ദിക്കുവാനുള്ള ത്വരയെ പേടിക്കുന്നതാണ് എമറ്റോഫോബിയ. സമുദ്രങ്ങളെയും ജലാശയങ്ങളെയും ഭയപ്പെടുന്നതാണ് തലാസോഫോബിയ. ചെറിയ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുള്ള ഭയമാണ് ക്ലോസ്ട്രോഫോബിയ. ചിലന്തികളെ ഭയപ്പെടുന്ന അരാക്നോഫോബിയ. പാമ്പുകളെ പേടിക്കുന്ന ഒഫിഡിയോഫോബിയ. ഉയരത്തോടുള്ള പേടിയാണ് അക്രോഫോബിയ. ഈ ഫോബിയകളെല്ലാം വളരെ വ്യാപകമായി കാണാവുന്ന ഒന്നാണ്. ചെറിയ ദ്വാരങ്ങളുടെ കൂട്ടത്തോടുകൂടിയുള്ള പേടിയാണ് ട്രിപ്പോഫോബിയ. തേനീച്ച കൂടുകളും സമാനമായ ദ്വാരങ്ങളുമൊക്കെ താമരയുടെ വിത്തുറകളുമൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ളവരെ അലോസരപ്പെടുത്തിയേക്കാം. ബ്രിട്ടനിൽ ഈ ഫോബിയ വളരെ വ്യാപകമായിട്ടുള്ളതാണ്. വിമാനത്തിൽ സഞ്ചരിക്കുവാനുള്ള പേടിയാണ് എയറോഫോബിയ അല്ലെങ്കിൽ ഏവിയോഫോബിയ. ഇതുള്ളവരിൽ വളരെ പ്രശസ്തരായിരുന്നവരാണ് കിം ജോങ് ഉന്നിന്റെ പിതാവായ കിം ജോങ് ഇൽ. ഉത്തര കൊറിയയിൽ ഭരണാധികാരിയായിരുന്ന 17 വർഷവും ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനുകളിലായിരുന്നു ഇല്ലിന്റെ വിദേശ യാത്രകൾ. ആഭ്യന്തര യാത്രകൾക്കായി കാറും ബോട്ടും കപ്പലുമൊക്കെ ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇടിമിന്നലിനോടുള്ള പേടിയാണ് അസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത്. ലോകം ഉടനെ അവസാനിക്കുമെന്ന പേടിയും വ്യാപകമായിട്ടുള്ള ഒന്നാണ്. ഡുംഡ ഫോബിയ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ വിഖ്യാത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഉണ്ടായിരുന്നു. തക്കാളിയോടുള്ള ഭയമാണ് ലൈക്കോപെർസിക്കോഫോബിയ. ഫോബിയകൾ ഉണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട്. ഭൂതകാലത്തെ അനുഭവങ്ങൾ, ജനിതക പ്രത്യേകതകൾ, മസ്തിഷ്കത്തിലെ രാസപ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും.